നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തമിഴ്നാട്ടിൽ വീണ്ടും ലോറി ഡ്രൈവർക്ക് നേരെ ഗുണ്ടാക്രമണം. ലോറി ഡ്രൈവറായ നെടുങ്കണ്ടം മുംതാസ് മൻസിൽ മുഹസിൻ അസീസിനാണ് മർദ്ദനമേറ്റത്. മർദ്ദനം അനധികൃത പണപ്പിരിവിന് പണം നൽകാത്തതിനെ തുടർന്ന്. മറയൂർ കാന്തല്ലൂർ മേഖലയിൽ കാട്ടാന ശല്യം അതിരൂക്ഷം. ഗുഹനാഥപുരം റോഡിൽ നിർത്തിയിട്ടിരുന്ന കാർ കാട്ടാന ആക്രമിച്ചു. മൂന്നാർ ചെണ്ടുവാരയിൽ നാളുകളായി പടയപ്പയുടെ വിളയാട്ടം. വ്യാപക കൃഷിനാശവും. ഓണം സ്പെഷ്യൽ ഡ്രൈവ് പരിശോധന കർശനമാക്കി എക്സൈസ് വകുപ്പ്. മുണ്ടിയേരിയിൽ 1 കിലോ 250 ഗ്രാം കഞ്ചാവുമായി 2 പേരെ പിടികൂടി. കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച 6 കിലോ കഞ്ചാവുമായി ഒരാൾ തമിഴ്നാട് പോലീസിന്റെ പിടിയിൽ. ഉടുമ്പൻചോലയിൽ പുതിയ സർക്കാർ ആയുർവേദ മെഡിക്കൽ കോളേജ് ആശുപത്രി പ്രവർത്തനം ആരംഭിക്കുന്നതിന് സർക്കാർ ഉത്തരവ്. കമ്മ്യൂണിറ്റി ഹാളിലാണ് ആശുപത്രി പ്രവർത്തിക്കുക. 2.20 കോടി രൂപയുടെ ഭരണാനുമതി. വിശദമായ വാർത്തകളിലേക്ക്. തമിഴ്നാട്ടിൽ വീണ്ടും കേരളത്തിൽ നിന്നും എത്തിയ ലോറി ഡ്രൈവർക്ക് നേരെ ഗുണ്ടാക്രമണം. ലോറി ഡ്രൈവറായ നെടുങ്കണ്ടം മുംതാസ് മൻസിൽ മുഹസിൻ അസീസിനാണ് മർദ്ദനമേറ്റത്. ക്വാറി ഉൽപ്പന്നങ്ങളുമായി വരുന്ന ലോറികൾ തടഞ്ഞ് അനധികൃതമായ പണപ്പിരിവ് നടത്തുന്നവരാണ് ആക്രമിച്ചത്. കൂടുതൽ പണം ആവശ്യപ്പെട്ടപ്പോൾ നൽകാൻ വിസമ്മതിച്ചപ്പോൾ ലോറിയിൽ നിന്നും വലിച്ച് റോഡിലിട്ട് കമ്പിവടിക്ക് തലക്കടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. തമിഴ്നാട് കമ്പം അടിവാരത്ത് വെച്ചാണ് ലോറി ഡ്രൈവർക്ക് നേരെ ആക്രമണമുണ്ടായത്. ഏതാനും നാളുകൾക്ക് മുമ്പ് മുന്തലിലും സമാനമായ രീതിയിൽ സംഭവം ഉണ്ടായിരുന്നു. വൻതുക മുടക്കി എല്ലാവിധ അനുമതിയും വാങ്ങി കേരളത്തിലേക്ക് ലോഡുമായി പോരുന്ന വാഹനങ്ങൾ അടിവാരത്ത് തടഞ്ഞ് ബലമായി പണപ്പിരിവ് നടത്തുകയാണ് ഗുണ്ടാ സംഘങ്ങൾ. ഒരു ലോഡ് കടത്തിവിടുന്നതിന് 2000 മുതൽ 3500 രൂപ വരെയാണ് ഇവർ റോഡിൽ കാത്തുനിന്ന് ബലമായി വാങ്ങുന്നത്. കഴിഞ്ഞ ദിവസം ലോഡുമായി കേരളത്തിലേക്ക് പോരുന്ന വഴിയിൽ അടിവാരത്ത് വെച്ച് മുഹസിൻ അസീസിന്റെ വാഹനം തടയുകയും പണം ആവശ്യപ്പെടുകയുമായിരുന്നു. ഇത് നൽകാൻ വിസമ്മതിച്ചതോടെ 6 സംഘം ഇയാൾക്ക് നേരെ ആക്രമണം നടത്തി. പരിക്കേറ്റ അസീസ് ഇപ്പോൾ തൂക്കുപാലത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഞാൻ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് ടിപ്പർ ലോറിയിൽ ബിൽഡിംഗ് മെറ്റീരിയൽസ് കയറ്റി വരികയായിരുന്നു. അപ്പോൾ ഒരാഴ്ചയ്ക്ക് മുമ്പ് തൊട്ടേ ഗുണ്ടാ സംഘങ്ങൾ അവിടെ ടിപ്പർ ലോറിയിൽ നിന്നും അനധികൃതമായിട്ട് 2500 രൂപ ടു 3000 രൂപ ലോഡിന് വേണമെന്ന് പറഞ്ഞ് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വന്ന് ഞാൻ പണം ആവശ്യപ്പെട്ടപ്പോൾ പണം കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് വണ്ടി എടുത്തുകൊണ്ട് പോവുകയും ഒരു 3 കാറും 2 ബൈക്കിലും ആൾക്കാർ വന്ന് വണ്ടിയിൽ നിന്ന് എന്നെ വലിച്ചിറക്കി എന്നെ അടിക്കുകയും കമ്പിവടി വെച്ച് തലക്കടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ഗുണ്ടാ സംഘങ്ങളുടെ ആക്രമണം മൂലം തമിഴ്നാട്ടിൽ നിന്നും ക്വാറി ഉൽപ്പന്നങ്ങളുമായി വരാൻ കഴിയാത്ത സാഹചര്യമാണെന്നും മറ്റു ഡ്രൈവർമാരും പറയുന്നു. അതായത് ലോഡ് ഇവര് നമുക്ക് ലോഡ് തരില്ലെന്ന് പറഞ്ഞാൽ കോറികളിൽ വിളിച്ച് പറയാണ്. കോറികളിൽ വിളിച്ച് പറഞ്ഞിട്ട് ക്രഷറിൽ വിളിച്ച് പറഞ്ഞിട്ട് നമ്മുടെ വണ്ടിക്ക് ലോഡ് കൊടുക്കല്ലേ, നമ്മുടെ വണ്ടിക്ക് ലോഡ് കൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ് ഞങ്ങൾ നിർത്തി വെക്കും. ഇവർക്ക് അധികാരമുണ്ട്. ഇവർക്ക് അധികാരം എന്ന് പറഞ്ഞാൽ ഇവര് ക്യാഷ് കൊടുത്ത് അവിടുത്തെ ഉദ്യോഗസ്ഥരെല്ലാം വിലയ്ക്ക് വാങ്ങിയിട്ടാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വണ്ടിക്ക് ലോഡ് കിട്ടിയിട്ടില്ല. ലോഡ് കിട്ടാതെ വണ്ടി നമ്മൾ നിർത്തി വെച്ചേക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. നിലവിൽ ഒരു വണ്ടിക്ക് ഒരു ലോഡ് കൊണ്ട് തമിഴ്നാട്ടിൽ പോയി ലോഡ് എടുത്തുകൊണ്ട് വണ്ടി ഇവിടെ കയറി വന്നാൽ അങ്ങേയറ്റം പോയാലും 3000 രൂപയാണ് ഒരു വണ്ടിക്ക്. ഇവർക്ക് 2400 രൂപ കൊടുത്തിട്ട് ഞങ്ങളെ കൊണ്ട് ഈ ബിസിനസ് ഞങ്ങൾക്ക് നേരെ ചെയ്തു സാധിക്കത്തില്ല. നിലവിൽ ഗുണ്ടാ സംഘങ്ങൾ തമിഴ്നാട്ടിൽ നടത്തുന്ന പണപ്പിരിവിന് ഉദ്യോഗസ്ഥ ഒത്താശയുമുണ്ടെന്നാണ് വിവരം. പരാതി നൽകിയാൽ പോലും തമിഴ്നാട് പോലീസോ മറ്റ് അധികൃതരോ ഇതുമായി ബന്ധപ്പെട്ട് ഒരുവിധ അന്വേഷണവും നടത്തുന്നില്ല. വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെടണമെന്നും സുരക്ഷിതമായി ജോലി ചെയ്യുവാനുള്ള അവസരം ഒരുക്കണമെന്നുമാണ് ഡ്രൈവർമാരുടെ ആവശ്യം. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. മറയൂർ കാന്തല്ലൂർ മേഖലയിൽ കാട്ടാന ശല്യം അതിരൂക്ഷം. കാട്ടാനകൾ ജനവാസ മേഖലകളിൽ തമ്പടിച്ചിട്ടുള്ളത് ആളുകളിൽ ഭീതി പരത്തുകയാണ്. കാന്തല്ലൂർ ടൗണിൽ ഗുഹനാഥപുരം റോഡിൽ VFCCK ഓഫീസിന് മുൻപിൽ എത്തിയ കാട്ടാനകൾ നിർത്തിയിട്ടിരുന്ന കാറിന് കേടുപാടുകൾ വരുത്തി. RRT സംഘം പ്രദേശത്തുണ്ടെങ്കിലും കാട്ടാന ശല്യം തുടരുന്നതിൽ പ്രതിഷേധം ശക്തമാണ്. മറയൂർ കാന്തല്ലൂർ മേഖലകളിൽ കാട്ടാന ശല്യം വീണ്ടും രൂക്ഷമായി. കാന്തല്ലൂർ ടൗണിന് സമീപം 3 കാട്ടാനകൾ തമ്പടിച്ച് പരാക്രമം നടത്തിയത് ആളുകളിൽ ആശങ്ക ഉയർത്തി. ടൗണിൽ ഗുഹനാഥപുരം റോഡിൽ VFPCK ഓഫീസിന് മുമ്പിലെത്തിയ കാട്ടാനകൾ നിർത്തിയിട്ടിരുന്ന കാറിന് കേടുപാടുകൾ വരുത്തി. പ്രദേശത്തെ മതിലും കാട്ടാന തകർത്തു. ടൗണിന് സമീപം കൃഷിഭവൻ, അംഗൻവാടി തുടങ്ങിയ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നിടത്തും കരിങ്കുളം ഭാഗത്തും കാട്ടാനകളുടെ സാന്നിധ്യമുണ്ടായി. പെരുമല റോഡ് മുറിച്ചു കടന്നായിരുന്നു കരിങ്കുളം ഭാഗത്തേക്ക് കാട്ടാനകൾ എത്തിയത്.
3 കാട്ടാനകൾ പ്രദേശത്ത് ഏതാനും ദിവസങ്ങളായി തമ്പടിച്ചു വരികയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. RRT സംഘം പ്രദേശത്ത് നിരീക്ഷണം നടത്തുന്നുവെങ്കിലും കാട്ടാനകൾ ജനവാസ മേഖലകളിലൂടെ വിലസുന്നത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മറയൂർ ടൗണിനോട് ചേർന്ന് ബാബു നഗറിൽ കാട്ടാന എത്തുകയും പരാക്രമണം നടത്തി ഭീതി സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. കാട്ടാനകളെ കാട് കയറ്റുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നത്. സിറ്റി വിഷൻ, മറയൂർ. മറയൂരിനൊപ്പം മൂന്നാർ മേഖലയിലും ജനവാസ മേഖലയിൽ കാട്ടാന ശല്യം തുടരുന്നുണ്ട്. പതിവ് പോലെ പടയപ്പയാണ് പ്രദേശത്തെ പ്രശ്നക്കാരൻ. മൂന്നാർ ചെണ്ടുവാരയിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പടയപ്പ നിലയുറപ്പിച്ചിട്ടുള്ളത്. പ്രദേശത്ത് ആന കൃഷിനാശം വരുത്തുന്നുമുണ്ട്. ജനവാസ മേഖലയിൽ നിന്നും പടയപ്പയെ ഉൾവനത്തിലേക്ക് തുരത്തണമെന്ന ആവശ്യവും ശക്തമാണ്. മറയൂരിനൊപ്പം മൂന്നാറിലും ജനവാസ മേഖലയിൽ കാട്ടാന ശല്യം തുടരുകയാണ്. തോട്ടം മേഖലയിൽ കാട്ടുകൊമ്പൻ പടയപ്പയുടെ സാന്നിധ്യം തൊഴിലാളി കുടുംബങ്ങൾക്ക് വലിയ തലവേദനയാകുന്ന സ്ഥിതിയുണ്ട്. മഴക്കാലം ആരംഭിച്ചിട്ടും കാട്ടുകൊമ്പൻ കാടുകയറുവാൻ തയ്യാറായിട്ടില്ല. നിലവിൽ കാട്ടാന ചെണ്ടുവാര എസ്റ്റേറ്റ് മേഖലയിലൂടെയാണ് ചുറ്റിത്തിരിയുന്നത്. ചെണ്ടുവര എസ്റ്റേറ്റിലെത്തിയ കാട്ടാന പ്രദേശത്ത് കൃഷിനാശവും വരുത്തി. ജനവാസ മേഖലയിൽ നിന്നും പടയപ്പയെ ഉൾവനത്തിലേക്ക് തുരത്തണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. പതിവായി എസ്റ്റേറ്റ് മേഖലകളിലൂടെ ചുറ്റിത്തിരിയുന്ന കാട്ടുകൊമ്പൻ ആളുകളുടെ സൗരജീവിതത്തിന് തടസ്സമാകുന്നുവെന്നാണ് പരാതി. മുൻപ് മഴക്കാലങ്ങളിൽ കാട് കയറിയിരുന്ന കാട്ടുകൊമ്പൻ വേനൽക്കാലത്തായിരുന്നു ജനവാസ മേഖലയിൽ തിരികെയെത്തി തീറ്റ തേടിയിരുന്നത്. ആനയുടെ ഈ പ്രവണതയ്ക്കിപ്പോൾ മാറ്റം വന്നുകഴിഞ്ഞു. മുൻകാലങ്ങളിൽ ശാന്ത സ്വഭാവമായിരുന്ന പടയപ്പ ഇപ്പോൾ ഇടയ്ക്കിടെ ആക്രമണ സ്വഭാവം പുറത്തെടുക്കുന്ന സ്ഥിതിയുമുണ്ട്. ഇതും തൊഴിലാളി കുടുംബങ്ങളിൽ ആശങ്കയുയർത്തുന്നു. ന്യൂസ് ബ്യൂറോ, മൂന്നാർ. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി പരിശോധന കർശനമാക്കി എക്സൈസ് വകുപ്പ്. സ്പെഷ്യൽ സ്ക്വാഡ് മിണ്ടീരിയിൽ നടത്തിയ പരിശോധനയിൽ 1 കിലോ 250 ഗ്രാം കഞ്ചാവുമായി 2 പേരെ പിടികൂടി. വരും ദിവസങ്ങളിലും പരിശോധന കർശനമായി തുടരുമെന്നും എക്സൈസ് സംഘം വ്യക്തമാക്കി. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി അതിർത്തി മേഖലകളിലും ഉൾഗ്രാമങ്ങളിലുമടക്കം കർശന പരിശോധനയാണ് എക്സൈസ് സംഘം നടത്തിവരുന്നത്. ഇതിന്റെ ഭാഗമായി കഞ്ചാവ് കേസുകളിലടക്കം മുൻകാലങ്ങളിൽ പ്രതിയായിട്ടുള്ളവരും ഇവരുമായി ബന്ധപ്പെട്ടുള്ളവരും എക്സൈസിന്റെ നിരീക്ഷണത്തിലാണ്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇടുക്കി എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് മുണ്ടിയരുമ ഭാഗത്ത് പരിശോധന നടത്തിയത്. ഇവിടെ നിന്നുമാണ് 1 കിലോ 250 ഗ്രാം കഞ്ചാവുമായി 2 പേരെ പിടികൂടിയത്. പാറത്തോട് ശിങ്കാരിക്കണ്ടം സ്വദേശി തോട്ടിപ്പറമ്പിൽ തുകേത, പാറത്തോട് സ്വദേശി ബാലാജി ഹൌസിൽ കുമാർ എന്നിവരാണ് പിടിയിലായത്. എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ രഞ്ജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ കഞ്ചാവ് സഹിതം പിടികൂടിയത്. വരും ദിവസങ്ങളിലും പരിശോധന കർശനമായി തുടരുവാനാണ് എക്സൈസിന്റെ തീരുമാനം. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ഷാജി ജെയിംസ്, ബിനോയ് KJ, പ്രിവന്റീവ് ഓഫീസർമാരായ സിജുമോൻ KN, ജലീൽ PM, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ആൽബിൻ ജോസ, എബിൻ ജോസഫ്, CEO ഡ്രൈവർ ശശി PK എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് കടത്തുവാൻ ശ്രമിച്ച 6 കിലോ കഞ്ചാവുമായി ഒരാളെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കമ്പം സ്വദേശി ചന്ദ്രൻ എന്നയാളെയാണ് കേരള തമിഴ്നാട് അതിർത്തിയിൽ നിന്നും പോലീസ് പിടികൂടിയത്. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് അതിർത്തി വഴി കഞ്ചാവ് കടത്തുന്നുവെന്ന് കമ്പം നോർത്ത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് 6 കിലോ കഞ്ചാവുമായി ഒരാളെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഞ്ചാവ് കടത്തുമായി ബന്ധപ്പെട്ട് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്പം നോർത്ത് പോലീസ് സ്റ്റേഷൻ ഓഫീസർ നാഗരാജന്റെ നേതൃത്വത്തിൽ പോലീസ് കോമ്പി റോഡ് നാഗകാണിയമ്മൻ ക്ഷേത്രം പരിസരത്ത് പെട്രോളിംഗ് നടത്തവേ പ്രദേശത്ത് ചാക്കുബാഗുമായി ഒരാൾ സംശയാസ്പദമായ രീതിയിൽ നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട പോലീസ് ഇയാളുടെ കൈവശമുണ്ടായിരുന്ന ബാഗ് പരിശോധിക്കവെയാണ് 6 കിലോ കഞ്ചാവ് കണ്ടെത്തുന്നത്. കേരളത്തിലെത്തിച്ച് വിൽപ്പന നടത്തുന്നതിനാണ് കഞ്ചാവ് സൂക്ഷിച്ചതെന്ന് പ്രതി സമ്മതിച്ചിട്ടുമുണ്ട്. തുടർന്ന് പ്രതിക്കെതിരെ കഞ്ചാവ് കടത്തിയതിന് കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കുമളി. ഉടുമ്പൻചോലയിൽ പുതിയ സർക്കാർ ആയുർവേദ മെഡിക്കൽ കോളേജ് ആശുപത്രി പ്രവർത്തനം ആരംഭിക്കുന്നതിന് സർക്കാർ ഉത്തരവ്. ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്ത് സൗജന്യമായി വിട്ടുനൽകിയ കമ്മ്യൂണിറ്റി ഹാളിലാണ് ആശുപത്രി പ്രവർത്തിക്കുക. ഈ കെട്ടിടത്തിൽ ആശുപത്രി സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് 2.20 കോടി രൂപയുടെ ഭരണാനുമതിയും നൽകിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് അനുവദിച്ചിട്ടും തുടർ നടപടികൾ ഇഴഞ്ഞു നീങ്ങുന്നുവെന്ന ആരോപണം പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തുന്നതിനിടയിലാണ് ആശുപത്രിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് സർക്കാർ ഭരണാനുമതി നൽകി ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. ഫർണിച്ചറിന് 29 ലക്ഷം, കമ്പ്യൂട്ടർ, ഓഫീസ്, സ്റ്റേഷനറി എന്നിവയ്ക്ക് 4,09,000 രൂപ, ഉപകരണങ്ങൾക്കും മറ്റു സംവിധാനങ്ങൾക്കും 64 ലക്ഷം, കൺസ്യൂമബിൾസ്, മെഡിക്കൽസ് എന്നിവയ്ക്ക് 22,70,000 രൂപയും ഉപകരണങ്ങൾക്ക് 98 ലക്ഷം രൂപയും അനുവദിച്ചു.
എത്രയും വേഗം സജ്ജമാക്കി മെഡിക്കൽ കോളേജ് ആശുപത്രി ആരംഭിക്കുവാനാണ് ലക്ഷ്യമിടുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജും പറഞ്ഞു. ആശുപത്രി യാഥാർത്ഥ്യമാകുന്നതിന്റെ വലിയ സന്തോഷത്തിലാണ് ഗ്രാമപഞ്ചായത്ത് അടക്കം. ഉടുമ്പൻചോല അസംബ്ലി നിയോജക മണ്ഡലത്തിൽ നേരത്തെ അനുവദിക്കപ്പെട്ടുള്ള ആയുർവേദ മെഡിക്കൽ കോളേജിന് ഇപ്പോൾ അതിന്റെ OP ആരംഭിക്കുന്നതിനുള്ള ഭരണാനുമതി ലഭിച്ചിരിക്കുകയാണ്. ഉടുമ്പൻചോല ബഹുമാനപ്പെട്ട MLA മണിയാശാന്റെ സ്വപ്ന പദ്ധതിയായിരുന്ന ആ മെഡിക്കൽ കോളേജിന് വരുന്ന ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുന്ന സ്ഥിതിയിലായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഉടുമ്പൻചോല അസംബ്ലി മണ്ഡലത്തിലെയും അതോടൊപ്പം ഇടുക്കി ജില്ലയിലും തൊട്ടടുത്ത ജില്ലകളിലെയും ആളുകൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന വികസനത്തിന് പുതിയൊരു മുന്നേറ്റത്തിന് കുറിക്കാൻ കഴിയുന്ന തരത്തിൽ OP വിഭാഗവും 50 കിടക്കകളോടുകൂടിയ കിടത്തി ചികിത്സയുമാണ് ലക്ഷ്യമിടുന്നത്. 8 സ്പെഷ്യാലിറ്റി OP വിഭാഗങ്ങളും ഇതോടനുബന്ധിച്ചുള്ള റിസപ്ഷൻ, രജിസ്ട്രേഷൻ, അത്യാഹിത വിഭാഗം, ഡയഗ്നോസ്റ്റിക് സോൺ, ഫിസിയോതെറാപ്പി, യോഗ, ഡിസ്പെൻസറി എന്നീ സൗകര്യങ്ങൾ ഒരുക്കും. ഉടുമ്പൻചോല മാട്ടുത്താവളത്ത് MLAയുടെ നേതൃത്വത്തിൽ കണ്ടെത്തിയ 20.85 ഏക്കർ സ്ഥലത്താണ് മെഡിക്കൽ കോളേജ് കെട്ടിടം നിർമ്മിക്കുക. ഈ കെട്ടിടം യാഥാർത്ഥ്യമാകുന്നതിന് മുമ്പ് തന്നെ ജനങ്ങൾക്ക് സേവനം ലഭ്യമാക്കുവാനാണ് കമ്മ്യൂണിറ്റി ഹാളിൽ മെഡിക്കൽ കോളേജ് ആശുപത്രി ആരംഭിക്കുന്നത്. ഇടുക്കി വികസന പാക്കേജിൽ 2022-23 സാമ്പത്തിക വർഷം അനുവദിച്ച 10 കോടി ഉപയോഗിച്ചുള്ള ആശുപത്രി OPT കോംപ്ലക്സിന്റെ നിർമ്മാണത്തിനുള്ള സാങ്കേതിക അനുമതിയും ലഭിച്ചിട്ടുണ്ട്. പദ്ധതിയുടെ ടെൻഡർ നടപടികളിലേക്കും നിർമ്മാണത്തിലേക്കും പോകുന്നതിനായി നടപടികൾ തുടങ്ങി. 2024-25 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിൽ അനുവദിച്ച 1 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് 272 മീറ്റർ ചുറ്റുമതിൽ നിർമ്മിച്ചിട്ടുണ്ട്. ബാക്കി സ്ഥലത്തുകൂടി ചുറ്റുമതിൽ കെട്ടുന്നതിനും പ്രവേശ കവാടം സ്ഥാപിക്കുന്നതിനുമായി 2025-26 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിൽ അനുവദിച്ച 1 കോടി രൂപയ്ക്കും ഭരണാനുമതി നൽകി സർക്കാർ ഉത്തരവിറക്കി. സിറ്റി വിഷൻ, ഉടുമ്പൻചോല. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത് മൂന്നാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന വഴിയോര കടകൾ ഒഴിയണമെന്നാവശ്യപ്പെട്ട ദേശീയപാത വിഭാഗത്തിന്റെ നോട്ടീസ് ലഭിച്ച് 7 ദിവസത്തിനകം ഒഴിയണമെന്നും അല്ലാത്തപക്ഷം പാതയോരത്തെ കയ്യേറ്റം ഒഴിപ്പിക്കുമെന്നും നോട്ടീസിൽ പറയുന്നു. നാളുകൾക്ക് മുമ്പ് മൂന്നാർ മേഖലയിൽ വഴിയോര കടകൾ ഒഴിപ്പിച്ചിരുന്നു. ഇതിനുശേഷം വീണ്ടും വഴിയോര കടകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള സാഹചര്യത്തിൽ കൂടിയാണ് ദേശീയപാത വിഭാഗത്തിന്റെ ഇപ്പോഴത്തെ നടപടി. മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും ദേശീയപാതയോരത്ത് അനധികൃതമായി സ്ഥാപിച്ചിട്ടുള്ള വഴിയോര പെട്ടിക്കടകൾ നീക്കം ചെയ്യണമെന്നാണ് ദേശീയപാത വിഭാഗത്തിന്റെ നോട്ടീസ്. ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് കടകളിൽ പതിക്കുകയും വഴിയോര കടകൾ നടത്തുന്നവർക്ക് കൈമാറുകയും ചെയ്തു. നോട്ടീസ് ലഭിച്ച് 7 ദിവസത്തിനകം കടകൾ നീക്കം ചെയ്യണമെന്നാണ് അറിയിപ്പ്. അല്ലാത്തപക്ഷം കയ്യേറ്റം ഒഴിപ്പിക്കുമെന്നും ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന ചിലവ് കടയുടമകളിൽ നിന്ന് ഈടാക്കുമെന്നും അറിയിപ്പിൽ പറയുന്നു. നാളുകൾക്ക് മുൻപ് മൂന്നാർ മേഖലയിൽ വഴിയോര കടകൾ ഒഴിപ്പിച്ചിരുന്നു. ഇതിനുശേഷം വീണ്ടും വഴിയോര കടകൾ സ്ഥാപിക്കപ്പെട്ടുള്ള സാഹചര്യത്തിൽ കൂടിയാണ് ദേശീയപാത വിഭാഗത്തിന്റെ ഇപ്പോഴത്തെ നടപടി. 2-ാം മൈലിലടക്കം നിരവധിയായ വഴിയോര കടകൾ ദേശീയപാതയോരത്തുണ്ടായിരുന്നു. ഇവയെല്ലാം പൂർണ്ണമായി നീക്കം ചെയ്യപ്പെട്ടു. മൂന്നാർ മേഖലയിൽ വഴിയോര കടകൾ നീക്കം ചെയ്യുന്ന ഘട്ടത്തിൽ പ്രതിഷേധമുയരുകയും രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതോടെ നീക്കം നിലച്ചു. മാസങ്ങൾ പിന്നിട്ടതോടെ പുതുതായി വീണ്ടും മറ്റു ചിലയിടങ്ങളിൽ വഴിയോര കടകൾ രൂപം കൊണ്ടു. വഴിയോര കടകൾ വർദ്ധിച്ചാൽ വീണ്ടും ഗതാഗതക്കുരുക്കടക്കമുള്ള പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്ന സാഹചര്യത്തിലാണ് ഒഴിപ്പിക്കൽ നീക്കവുമായി ദേശീയപാത വിഭാഗം രംഗത്ത് വന്നിട്ടുള്ളത്. സിറ്റി വിഷൻ, മൂന്നാർ. കട്ടപ്പന വലിയകണ്ടം മാനാന്തരം പടിയിൽ സ്ഥാപിച്ച ഹൈമാർട്സ് ലൈറ്റിന്റെ ഉദ്ഘാടനം നടന്നു. മന്ത്രി റോഷി അഗസ്റ്റിൻ ലൈറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. MLA ഫണ്ടിൽ നിന്നും 5 ലക്ഷം രൂപ വകയിരുത്തിയാണ് പ്രദേശത്ത് ഹൈമാർട്സ് ലൈറ്റ് സ്ഥാപിച്ചത്. പ്രദേശവാസികളുടെ ആവശ്യം പരിഗണിച്ചാണ് മന്ത്രിയും MLAയുമായ റോഷി അഗസ്റ്റിൻ തന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 5 ലക്ഷം രൂപ ഹൈമാക്സ് നിർമ്മിക്കുവാനായി വകയിരുത്തി നൽകിയത്. നിർമ്മാണം പൂർത്തീകരിച്ച ലൈറ്റിന്റെ ഉദ്ഘാടനമാണ് നടന്നത്. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ പ്രവർത്തനങ്ങളിൽ അത്തരം കാര്യങ്ങളെല്ലാം വളരെ നല്ല നിലയിൽ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു എന്നുള്ളത് നാടിൻ്റെ വികസനത്തിന് തന്നെ ആക്കം കൂടുന്നൊരു കാര്യമാണ്. തീർച്ചയായിട്ടും അനുവദിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. ഇന്ന് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കാനായിട്ട് സാധിച്ചു. ചടങ്ങിൽ കട്ടപ്പന നഗരസഭാ കൌൺസിലർ ഷാജി കൂത്തോടി അധ്യക്ഷനായിരുന്നു. CPM സൗത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി CR മുരളി, നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PN സുരേഷ്, SNDP നോർത്ത് ശാഖായോഗം പ്രസിഡന്റ് മനോജ് പതാലിൽ, സാബു തൊട്ടിയിൽ, വിപിൻ വിജയൻ, ജോബി മാനന്തടം, സിജോ തൊട്ടിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. ഗിരിജ്യോതി ക്രെഡിറ്റ് യൂണിയൻ കുഞ്ചിത്തണ്ണി യൂണിറ്റ് വാർഷികം വിവിധ കലാപരിപാടികളോടെ നടത്തപ്പെട്ടു. ഹൈറേഞ്ച് ഡെവലപ്മെന്റ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോസഫ് കൊച്ചുകുന്നേൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി രൂപതയുടെ ഗിരിജ്യോതി ക്രെഡിറ്റ് യൂണിയൻ കുഞ്ചിത്തണ്ണി യൂണിറ്റ് വാർഷികം ഇത്തവണ വിപുലമായ രീതിയിലാണ് നടത്തപ്പെട്ടത്. കുഞ്ചിത്തണ്ണി ഹോളി ഫാമിലി പള്ളി വികാരി ഫാദർ ആന്റണി പനച്ചിക്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് ബാബു തോമസ് സ്വാഗതം ആശംസിച്ചു. ഹൈറേഞ്ച് ഡെവലപ്മെന്റ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോസഫ് കൊച്ചുകുന്നേൽ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിച്ചു.
ക്രെഡിറ്റ് യൂണിയൻ റിപ്പോർട്ടും കണക്കും യൂണിറ്റ് സെക്രട്ടറി ഷാൻഡി തോമസ് അവതരിപ്പിച്ചു. രൂപത പ്രസിഡന്റ് കുഞ്ഞമ്മ തോമസ്, സെക്രട്ടറി എബിൻ തോമസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് യൂണിറ്റ് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ നടത്തി. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് PJ ജേസൺ യോഗത്തിന് നന്ദി രേഖപ്പെടുത്തി. ചടങ്ങിൽ MG യൂണിവേഴ്സിറ്റി MA പൊളിറ്റിക്കൽ സയൻസിൽ 1ാം റാങ്ക് നേടിയ ആഗസ്റ്റ് ജെയിംസ് മണിതൊട്ടിലിനെ ഉപഹാരം നൽകി ആദരിച്ചു. സിറ്റി വിഷൻ, കുഞ്ചുതണ്ണി. ഇടവേള. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര. ദ ബിഗ് സ്റ്റോൺ. ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. നിങ്ങൾക്കേവർക്കും KG's ജ്വല്ലറിയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. Our shops: കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. നാടെങ്ങും ഓണക്കാലം മുൻനിർത്തി പച്ചക്കറി കൃഷി ഇറക്കുന്ന തിരക്കിലാണ്. സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സഹകരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ സഹകരണത്തോടു കൂടിയാണ് പച്ചക്കറി കൃഷി നടക്കുന്നത്. നെടുങ്കണ്ടം ബാലഗ്രാമിൽ പച്ചക്കറി കൃഷിക്കായി നാടൊരുമിച്ചപ്പോൾ 65 സെന്റോളം വരുന്ന തരിശുഭൂമി കൃഷിയിടമായി മാറി. ഓണത്തിനൊരു മുറം പച്ചക്കറി എന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗമാണ് പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിലെ ബാലഗ്രാമിൽ പച്ചക്കറി കൃഷിക്കായി നിലമൊരുക്കിയത്. കാടും പടലവും പിടിച്ചു കിടന്നിരുന്ന ഭൂമിയാണ് കുടുംബശ്രീ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കൃഷിക്കായി ഒരുക്കിയെടുത്തത്. നില ഒരുക്കി കൃഷിക്ക് അനുയോജ്യമായിട്ട് നല്ല രീതിയിൽ ഇത് പണിത് കൊണ്ടുവന്നതാണ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് ഇത്രയും നല്ല വിജയകരമായി തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകും. ഇനിയും വരുന്ന നാളുകളിലും ഞങ്ങൾ ഇതുപോലെ തരിശുഭൂമികൾ ഏറ്റെടുത്ത് പച്ചക്കറി കൃഷി ചെയ്യാൻ ഞങ്ങൾ സന്നദ്ധരാണ്. പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനും കുടുംബശ്രീ ബാലഗ്രാം സർവീസ് സഹകരണ ബാങ്ക് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് കൃഷി ഇറക്കിയത്. വെണ്ട, തക്കാളി, ചീര, പയർ, പച്ചമുളക് തുടങ്ങിയവയാണ് ജൈവരീതിയിൽ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. നടീലുത്സവം ഗ്രാമപഞ്ചായത്ത് അംഗം S മോഹനൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ച് ഇവിടെ തന്നെ ചെലവാക്കുന്ന രീതിയിലേക്ക് കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഗവൺമെന്റ് കൊണ്ടുവരുന്ന പുതിയ പദ്ധതിക്ക് ഇതിനോടൊപ്പം തുടക്കം കുറിക്കുകയാണ്. ഇതിപ്പോൾ ഒരു തുടക്കം മാത്രമാണ്. പാമ്പാടുംപാറ പഞ്ചായത്തിൽ ഒരു കർഷക മാർക്കറ്റ് നമ്മുടെ മുണ്ടേരിമേൽ ഈ ഓണക്കാലത്തോടനുബന്ധിച്ച് തുടങ്ങാൻ പോവുകയാണ്. ഓണത്തിന് വിളവെടുത്തു കഴിഞ്ഞാലും ഇവിടെ പച്ചക്കറി കൃഷി തുടരുവാനാണ് നാട്ടുകാരുടെ തീരുമാനം. ഇതിനോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങളുടെ വീടുകളിലും പച്ചക്കറി കൃഷി നടത്തുന്നുണ്ട്. ഇത്തരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ മുണ്ടിയെരുമയിൽ കാർഷിക മാർക്കറ്റ് തുറന്ന വിൽപ്പന നടത്തുന്നതിനും പഞ്ചായത്ത് ലക്ഷ്യമിടുന്നുണ്ട്.
സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ദീപിക കളർ ഇന്ത്യ മത്സരത്തിന്റെ ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം കട്ടപ്പന ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിൽ നടന്നു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യയിലുടനീളം 10 ലക്ഷത്തോളം കുട്ടികൾ പങ്കെടുക്കുന്ന മത്സരമാണ് കളർ ഇന്ത്യ. ഒരേയൊരു ഇന്ത്യ, ഒരൊറ്റ ജനത, നാമൊരു കുടുംബം എന്ന ആശയങ്ങളിൽ നിന്നുകൊണ്ട് വിഭാഗതയ്ക്കപ്പുറം ഏകതയുടെ പുതിയ ഭാരതം കുട്ടികൾ രചിക്കുന്നതിന്റെ സാക്ഷ്യം കൂടിയാണ് ഈ മത്സരം. ഒരു വലിയ ആഘോഷമായി മാറിയിട്ടുണ്ട്. ഇതിൻ്റെ ലക്ഷ്യമാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത്. ദീപിക ഈ മത്സരം നടത്തുമ്പോൾ ദേശസ്നേഹത്തെക്കുറിച്ച് കുട്ടികളിൽ നല്ല ബോധ്യം മനസ്സിൽ രൂപപ്പെടുന്നതിനുള്ള അവസരം രൂപപ്പെടുത്തുകയാണ്. ഇതോടൊപ്പം ലഹരിക്കെതിരെയുള്ള പോരാട്ടം. സ്കൂൾ മാനേജർ ഫാദർ വർഗീസ് തണ്ണിപ്പാറ, ദീപിക ഫ്രണ്ട്സ് ക്ലബ്ബ് സംസ്ഥാന പ്രസിഡന്റ് ലോറൻസ് ഏനാനിക്കൽ എന്നിവർ സംസാരിച്ചു. DFC സംസ്ഥാന വൈസ് പ്രസിഡന്റ് VT തോമസ് ദേശീയഗ്രന്ഥത പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഫാദർ വർഗീസ് ഇടത്തിച്ചിറ, ഫാദർ ജെയിംസ് പ്ലാക്കാട്ട്, ഫാദർ അജീഷ് സെബാസ്റ്റ്യൻ എന്നിവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. നെടുങ്കണ്ടത്ത് ഡ്രൈവർക്ക് ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ നിർത്തിയിട്ടിരുന്ന 3 ഓട്ടോറിക്ഷകളിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ കാർ ഡ്രൈവർ ഉൾപ്പെടെ 4 പേർക്ക് പരിക്ക്. കാർ ഓടിച്ചിരുന്ന ചെമ്മണ്ണാർ സ്വദേശി പൗലോസ്, 3 ഓട്ടോറിക്ഷ ഡ്രൈവർമാർ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്നലെ വൈകിട്ട് 4ഓടെ നെടുങ്കണ്ടം സെൻട്രൽ ജംഗ്ഷനിലാണ് അപകടം. പൗലോസ് ഓടിച്ചു വന്ന വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് ഗുഡ്സ് ഓട്ടോറിക്ഷ സ്റ്റാൻഡിലേക്ക് ഓടിക്കയറുകയായിരുന്നു. നിർത്തിയിട്ടിരുന്ന 3 ഓട്ടോകളിൽ ഇടിച്ചു. ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ട പൗലോസ് നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കണ്ണിലെന്തോ ഇരുട്ട് പോലെ കയറിയിട്ട് വന്ന് സൈഡിൽ കിടന്ന് 2 വണ്ടിക്കിട്ട് വന്നിടിച്ച. വണ്ടിക്കെതിരുന്നവർക്കും പരിക്കുണ്ട്. ചേട്ടനെന്തോ തലയ്ക്കകത്ത് ഇരുട്ട് കയറുന്ന പോലെ വന്ന് ഇടിച്ചാന്നാണ് പറയുന്നത്. കൂട്ടാർ NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെൽത്ത് ക്ലബിന്റെയും സീഡ് ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്ക് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും കർക്കിടക കഞ്ഞി വിതരണവും സംഘടിപ്പിച്ചു. കർക്കിടകത്തിലെ ആരോഗ്യ സംരക്ഷണം, വർഷം മുഴുവൻ ആരോഗ്യം എന്ന സന്ദേശം ഉയർത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. തേർഡ് ക്യാമ്പ് ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർമാരായ ഡോക്ടർ നിതിൻ, ഡോക്ടർ സൂര്യറാണി, ഡോക്ടർ അക്ഷയ് ദാസ്, ഡോക്ടർ ഐശ്വര്യ എന്നിവർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. സ്കൂൾ പ്രഥമാധ്യാപിക അനിതകുമാരി TR അധ്യക്ഷത വഹിച്ചു. അധ്യാപകരായ രാജീവ് R, സിന്ധു G നായർ, അജിത മോഹനൻ, ആതിര C നായർ, കിരൺ G നായർ, അനൂപ് ഹരിലാൽ, രജനി, ഉത്തര M നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ക്ലാസിനു ശേഷം കുട്ടികൾക്ക് പ്രത്യേകം തയ്യാറാക്കിയ കർക്കിടക കഞ്ഞിയും വിതരണം ചെയ്തു. രാജക്കാട്, നെടുങ്കണ്ടം, കട്ടപ്പന എന്നിവിടങ്ങളിൽ ബ്രാഞ്ചുകളുള്ള കോമ്പറ്റീറ്റർ PSC കോച്ചിംഗ് സെന്ററിൽ പഠിക്കുകയും സമീപകാലത്ത് PSC പ്രസിദ്ധീകരിച്ച LDC, LGS റാങ്ക് പട്ടികകളിൽ ഉൾപ്പെടുകയും ചെയ്ത ഉദ്യോഗാർത്ഥികളെ കോമ്പറ്റീറ്റർ PSC പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദിക്കുകയും ഉപഹാരം നൽകി ആദരിക്കുകയും ചെയ്തു. LDC 1ാം റാങ്ക് ജേതാവ് ഷെറിൻ ജോസ് ഉൾപ്പെടെ 130-ലധികം പേരാണ് കോമ്പറ്റീറ്ററിൽ നിന്നും LDC, LGS ലിസ്റ്റുകളിൽ നിന്നും വിവിധ തസ്തികകളിൽ ഉദ്യോഗം ലഭിക്കുവാൻ അർഹരായിട്ടുള്ളത്. നെടുങ്കണ്ടം പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിമി ലാലിച്ചൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലയുടെ LDC റാങ്ക് പട്ടികയിലെ 23%-ലധികം പേരെയും കോമ്പറ്റീറ്ററാണ് സംഭാവന ചെയ്തതെന്ന് അധ്യക്ഷത വഹിച്ച് സംസാരിച്ച ഡയറക്ടർ PM രവീന്ദ്രൻ ചൂണ്ടിക്കാട്ടി. രാജക്കാട് SHO വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. കോമ്പറ്റീറ്ററിൽ പൂർവ്വ വിദ്യാർത്ഥിയും പരിശീലനമായിരുന്ന നെടുങ്കണ്ടം SHO ലിജോ P മാണി റാങ്ക് ജേതാക്കളെ മൊമെന്റോ നൽകി അനുമോദിച്ചു. റിട്ടയർഡ് ഉടുമ്പൻചോല തഹസിൽദാർ PS ഭാനുകുമാർ, റിട്ടയർഡ് AO സുരേഷ് കുമാർ എന്നിവർ റാങ്ക് ജേതാക്കളെ അനുമോദിക്കുകയും ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുകയും ചെയ്തു. സെന്റർ ഇൻചാർജുമാർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, റാങ്ക് ജേതാക്കൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. രാജാക്കാട്, നെടുങ്കണ്ടം, കട്ടപ്പന സെന്ററുകളിൽ പുതിയ LDC ബാച്ചിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്ന വിവരവും സെന്റർ ഡയറക്ടർ അറിയിച്ചു. അക്കാദമിക് വിഭാഗം ഡയറക്ടർ മഹേഷ് മോഹൻ വിശിഷ്ട അതിഥികൾക്ക് കൃതജ്ഞത അർപ്പിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തമിഴ്നാട്ടിൽ വീണ്ടും ലോറി ഡ്രൈവർക്ക് നേരെ ഗുണ്ടാക്രമണം. ലോറി ഡ്രൈവറായ നെടുങ്കണ്ടം മുംതാസ് മൻസിൽ മുഹസിൻ അസീസിനാണ് മർദ്ദനമേറ്റത്. മർദ്ദനം അനധികൃത പണപ്പിരിവിന് പണം നൽകാത്തതിനെ തുടർന്ന്. മറയൂർ കാന്തല്ലൂർ മേഖലയിൽ കാട്ടാന ശല്യം അതിരൂക്ഷം. ഗുഹനാഥപുരം റോഡിൽ നിർത്തിയിട്ടിരുന്ന കാർ കാട്ടാന ആക്രമിച്ചു. മൂന്നാർ ചെണ്ടുവാരയിൽ നാളുകളായി പടയപ്പയുടെ വിളയാട്ടം, വ്യാപക കൃഷിനാശവും.
ഓണം സ്പെഷ്യൽ ഡ്രൈവ് പരിശോധന കർശനമാക്കി എക്സൈസ് വകുപ്പ്. മുണ്ടേരിയിൽ 1 കിലോ 250 ഗ്രാം കഞ്ചാവുമായി 2 പേരെ പിടികൂടി. കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച 6 കിലോ കഞ്ചാവുമായി ഒരാൾ തമിഴ്നാട് പോലീസിന്റെ പിടി. ഉടുമ്പൻചോലയിൽ പുതിയ സർക്കാർ ആയുർവേദ മെഡിക്കൽ കോളേജ് ആശുപത്രി പ്രവർത്തനം ആരംഭിക്കുന്നതിന് സർക്കാർ ഉത്തരവ്. കമ്മ്യൂണിറ്റി ഹാളിലാണ് ആശുപത്രി പ്രവർത്തിക്കുക. 2.20 കോടി രൂപയുടെ ഭരണാനുമതി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.